ഹലോ ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാ എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലി വക ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നതാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈദ് ഡേ നമ്മൾ ഗാർലിക് ചിക്കനും അതുപോലെ ഫ്രൈഡ് റൈസുമാണ് കേട്ടോ ആക്കാൻ വിചാരിക്കുന്നത്. അപ്പം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കനും എല്ലാതും നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനും മാഗ്നേറ്റ് ചെയ്ത് ഒക്കെ സെറ്റാണ്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ അരി നമ്മൾ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ അരി അങ്ങ് വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോകാൻ പറ്റില്ല അല്ലേ, അപ്പം അങ്ങനെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നോർമൽ വേവിൽ തന്നെ അങ്ങോട്ട് എടുത്തിട്ട് റൈസൊന്നും വല്ലാണ്ട് കുഴഞ്ഞു പോവാണ്ട് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചിക്കൻ്റെ ഫ്രൈ വേണമെന്നുള്ളത് മസ്റ്റാവൂലേ. അപ്പം നമ്മളെ വീട്ടിലും അത് മസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഗാർലിക് ചിക്കൻ ആക്കുന്നുണ്ട്, പക്ഷേ ചിക്കൻ ഫ്രൈയും കൂടെ എക്സ്ട്രാ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും തലേ ദിവസം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിപ്പോൾ അത് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് വെക്കുന്ന വേർഷനൊന്നും ഫുള്ളായി ഡീറ്റെയിലായി കാണിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും അറിയുന്നതാവുമല്ലോ. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു മിനി വേർഷനിൽ ഒക്കെ ഒന്ന് കൺക്ലൂഡായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇട്ട് കുറച്ചൊന്ന് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ സ്പ്രിംഗ് ഓണിയൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ ടൈമിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ നോർമൽ ഒണിയൻ എടുത്ത് കുറച്ച് ചെറുതായി കട്ടാക്കി ചോപ്പ് ചെയ്തതാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ. ഇനി ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് ഞാൻ ബീറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗ് അതിൽ കൊഴിക്കുന്നുണ്ട് കേട്ടോ. ബീറ്റ് ചെയ്ത എഗ്ഗിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചറായിട്ടുള്ളൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടാൻ നല്ല ചാൻസാണ് കേട്ടോ. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അതിൽ ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഓവറായി അങ്ങ് വെന്ത് കുഴഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് സോഫ്റ്റായിട്ട് നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും ജസ്റ്റ് ആയാൽ മതി കേട്ടോ. അപ്പം ഓവറായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് പോലെ കിട്ടില്ല. ഭയങ്കര അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ അത് കാണാനും ഭംഗി ഉണ്ടാവില്ല. അപ്പം പിന്നെ ഞാൻ അതിൽ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിൽ കുറച്ച് ഞാൻ സോയ സോസും കുറച്ച് കെച്ചപ്പും ജസ്റ്റ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫുൾ റൈസും അതിലോട്ട് ഇട്ടിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സോയാ സോസും കുറച്ച് കുരുമുളക് പൊടിയും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് റൈസ് ഫുള്ള് സെറ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓവറായി അങ്ങോട്ട് മിക്സാക്കി ഇളക്കി കൊടുക്കാണ്ട് സോഫ്റ്റായിട്ട് നല്ല വൃത്തിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഓവറായി ഇളക്കുമ്പോൾ നമ്മുടെ റൈസ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഗാർലിക് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈദ് ഡേ നമ്മൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ അതൊന്ന് പോയി കണ്ടാലും മതി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഡ്രസ്സൊന്നും അയൺ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. മാഷാല്ലാ, ഒരു പർപ്പിൾ കളറാണ് ഡ്രസ്സ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട കളർ ഒരു യെല്ലോ തീമാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈദിനൊക്കെ അണിഞ്ഞൊരുങ്ങാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് എന്നാൽ ഒരു കുഞ്ഞി പാർട്ടി വിയർ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ സെറ്റാണോ അതോ സെപ്പറേറ്റഡ് നിങ്ങൾ എടുത്തതാണോ ചോദിച്ചിട്ട്. അല്ല കേട്ടോ, നമ്മളിതിൻ്റെ കൂടെ തന്നെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സെറ്റായി വരുന്ന ദുപ്പട്ടയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ ലേഡീസ് പ്ലാന്റ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹിൽസ് ആയിരുന്നു കേട്ടോ. നല്ല കംഫർട്ടാണ് കേട്ടോ ഈ ഒരു ഹിൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര പോയിൻറ്റഡ് ഹിൽസ് അല്ല, എന്നാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നൊരു ഹിൽസാണ് കേട്ടോ ഇത്. മാഷാല്ലാ, പിന്നെ ഒരു സ്ട്രാപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലിറ്റിംഗ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് കേട്ടോ ഈ ഒരു ഹീൽസിൻ്റെത്.
മാഷാല്ലാ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണേലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹീൽസ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈനായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇതാ അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊന്ന് ഷൂട്ടാക്കാനൊരു ടൈം എനിക്കവിടെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇതാ ഇപ്പയും ഇമ്മയും അതുപോലെ അനിയനും അനിയത്തിയൊക്കെ പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ തറവാട്, എൻ്റെ എളാപ്പാൻ്റെ വീടാണ് കേട്ടോ. ഇതിപ്പോൾ പുതിയ വീട് അവർ കുടിയിരുന്നതാണ് കേട്ടോ. ഇപ്പം അടുത്താണ് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞത്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലേസിൽ നമ്മൾ ഫാമിലി തന്നെയാണ് കേട്ടോ എല്ലാവരും ഉള്ളത്. പുറമേ ഉള്ള നെയ്ബേഴ്സൊന്നുമല്ല, നമ്മളുടെ ഫാമിലി തന്നെയാണ് കേട്ടോ നമ്മൾ നെയ്ബേഴ്സായിട്ട് വരുന്നത്. ഇപ്പം എൻ്റെ എളാപ്പാൻ്റെ വീടാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കാണിക്കുന്നത് നമ്മളുടെ രണ്ടാമത്തെ ദിവസത്തെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളുടെ അമ്മാൻ്റെ വീട്ടിൽ പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയുടെ വീട്ടിൽ പോകുക പറയുമ്പോൾ അതൊരു ഭയങ്കര നൊസ്റ്റാൾജി ആവില്ല നമുക്കൊക്കെ. അപ്പം ഞാൻ ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്നിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഇപ്പോൾ കുറേ ആയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പെരിന്തൽമണ്ണ അബീസ് ബേക്കറിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിക്കുക വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു മിസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ മാമി പിന്നെ മേമ്മ അങ്ങനെയൊക്കെ കുറേ മിസ് ചെയ്തു കേട്ടോ. അമ്മേൻ്റെ വീട്ടിൽ അവർ 4 മക്കളാണ് കേട്ടോ ഉള്ളത്. അമ്മയാണ് ഏറ്റവും മൂത്തത്. പിന്നെ താഴെ അമ്മക്ക് 3 സിബ്ലിങ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മാമൻ ദുബായിൽ വർക്ക് ചെയ്യാണ്. അതുപോലെ അമ്മേൻ്റെ വലിയ അനിയത്തി റിയാദിൽ ഫാമിലി ആയിട്ട് അവിടെയാണ് കേട്ടോ. പിന്നെ ചെറിയ അനിയത്തി +2 കഴിഞ്ഞപ്പോൾ അവൾ അങ്ങനെ ഫുൾ A+ ഒക്കെ വാങ്ങിച്ചതിന് നിൽക്കുന്നുണ്ട്. പിന്നെ മാമൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് പ്രസവരക്ഷയൊക്കെ ആയിട്ട് അവരെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പം എനിക്ക് ഭയങ്കര മിസ്സായിട്ടോ. അവരൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് മാത്രമാണ് കേട്ടോ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ കുട്ടായി ബീച്ചിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. വെറുതെ കുട്ടികൾക്കൊക്കെ സ്കൂളായതുകൊണ്ട് തന്നെ അധികം ലീവില്ല. ഒരു 2 ദിവസമാണ് കേട്ടോ എൻ്റെ അനിയത്തിക്കും അനിയനൊക്കെ ലീവുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചിരുന്നു നമ്മൾ ട്രെയിനിൽ പോകാമെന്നുള്ളത്. ട്രെയിനിൽ പോകണമെന്നുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. ഉമ്മ അതുവരെ ട്രെയിനിൽ പോയിട്ടില്ല. അപ്പോൾ എപ്പോഴും പറയും എനിക്ക് ട്രെയിനിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഉമ്മക്ക് ട്രെയിനിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കാർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ പോയില്ല. പിന്നെ ഇതാ അപ്പോൾ പിന്നെ നമുക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ ബീച്ച് കാണുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൂട്ടായി ബീച്ചിൽ പോകാമെന്നാണ് കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ആക്കിയത്. അപ്പോൾ ഇതാ നേരെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മഴക്കാറും കാര്യമൊക്കെ ഉണ്ട്. എന്താവും എന്തോ ഒന്നും അറിയില്ല. അങ്ങനെ ഇതാ നമ്മൾ കൊട്ടായി ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം കൊട്ടായിൽ ഒരു വർഷം മുൻപ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേനും രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ബോട്ടിലൊന്നും കയറാനും പറ്റിയില്ല. നൈറ്റ് ആയതുകൊണ്ട് ബോട്ടിംഗ് സർവീസൊക്കെ ആ ടൈം കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് എന്തായാലും കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബോട്ടിലൊക്കെ നമ്മൾ അന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ബോട്ടിൽ ഒരു അരമണിക്കൂറാണ് കേട്ടോ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കയറിയ ടൈം അത്രക്ക് ഓക്കെ ആയിരുന്നില്ല, വെതർ അത്ര ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ മഴക്കാറൊക്കെ മൂടാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു കേട്ടോ ഒരുപാട് ദൂരേക്ക് പോകാൻ കഴിയില്ല, മേ ബി മഴ പെയ്ത് കഴിഞ്ഞാൽ കാറ്റൊക്കെ വന്നാൽ അതൊരു സീനാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് തിരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് നല്ല ഭംഗിയാട്ടോ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്.
ഒരുപാട് ബോട്ട് അവിടെ നിർത്തിയിട്ടിട്ട് ഒരു കുറേ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. അതായത് കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ നമ്മുടെ നാഷണൽ ഫ്ലാഗ്, അങ്ങനെയൊക്കെ ഒരുപാട് ഫ്ലാഗുകളായിട്ട് കുറേ ബോട്ട് സർവീസുകൾ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോന്ന് പിന്നെ ബീച്ചിൽ കയറിയിട്ടോ. പിന്നെ മാഷാ അല്ലാ, ഇത് അടിപൊളിയൊരു ബീച്ചായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. അതിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്ന ഒരു ബീച്ച് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നല്ല വൃത്തിയിലുള്ളൊരു ബീച്ച് ഞാൻ കാണുന്നത്. നല്ല ഒരു സൺസെറ്റൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കാരണം അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ നല്ല ഒരു ഫുഡ് കഴിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല റഷും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൽ. ഇതൊരു മിയ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും നല്ലൊരു ആംബിയൻസും ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇതാ ഈ ഒരു റെസ്റ്റോറൻറ്റ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ബീച്ച് ടച്ചിലാണ് കേട്ടോ അവരിത് സെറ്റാക്കിയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് അങ്ങ് അട്രാക്റ്റീവ് ആവുന്ന രീതിയിലാണ് കേട്ടോ ഇവരിത് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഡൈനിങ് പ്ലേസ് നല്ലൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. കാരണം ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ തോന്നും കേട്ടോ നമുക്ക്. കാരണം ഫുള്ള് ചെടികളും കുറേ മരങ്ങളൊക്കെയാണ് കേട്ടോ അവരവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എവിടെയോ വന്ന് ഫുഡ് കഴിക്കുന്ന പോലെ തോന്നും കേട്ടോ. ഫുൾ ഗ്രീൻ ലൈറ്റാണ് കേട്ടോ അവരവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എവിടെയോ കാടിൻ്റെ ഒക്കെ ഉള്ളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ നമുക്ക് തോന്നുക. അപ്പം അത്യാവശ്യം നല്ല ടൈമിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഫൈനലി അങ്ങനെ ഫുഡൊക്കെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മളുടെ ഒരു ഈദ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഈദ് ഡേ സെലിബ്രേറ്റ് ചെയ്തതെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ആക്കുക കേട്ടോ. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടമാവുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് പോയി കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.